വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റാന്റ് ലേണിംഗ് ശ്രീ ബനാസർ ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PSC പരീക്ഷകൾക്ക് നമുക്ക് വേണ്ടതായ കേരള നവോത്ഥാനം അല്ലെ, ആ കേരള നവോത്ഥാനത്തിലെ വനിതകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ആനി മസ്കറിനെ കുറിച്ച് മനസ്സിലാക്കി, അതുപോലെ തന്നെ നമ്മൾ അക്കാമ ചെറിയനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റൊരു നവോത്ഥാന നായികയാണ്. ആരാണ്? കുട്ടിമാളു അമ്മ. അപ്പൊ കുട്ടിമാളു അമ്മ എന്ന് പറയുന്നത് കേരള നവോത്ഥാനം എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ പ്രസക്തിയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ പറയുന്ന പോയിന്റ്സുകളെല്ലാം നിങ്ങൾ നോട്ട് എഴുതി സൂക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾക്കത് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്നതാവും. ഏത് പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്നതാവുന്ന പോയിന്റ്സുകളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിമാളു അമ്മയെ കുറിച്ചാണ് അല്ലെ. അവർ പ്രധാനപ്പെട്ട ആദ്യം നമ്മൾ ഏതൊരു നവോത്ഥാന നായികയെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവരുടെ ജനനത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അവർ 1905 ഏപ്രിൽ 23 ആ വ്യക്തിത്വത്തിന്റെ ജനനം. അപ്പം കുട്ടിമാളു അമ്മ ജനിച്ചത് എന്നാണ് 1905 ഏപ്രിൽ 23 ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അവരുടെ ജനിച്ചത് അല്ലെങ്കിൽ ഒരു ജനന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ആനക്കര വടക്കത്തെ തറവാട്ടിലാണ് കുട്ടിമാളു അമ്മ ജനിച്ചത്. 1905 ഏപ്രിൽ 23 ഓർത്തു വെക്കുക. ഇനി അവർ 1905 ജനിച്ചതെന്ന് പറഞ്ഞു. ഇനി അവർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ അതായത് 7ാം ക്ലാസ് വരെ ഔപചാരിക വിദ്യാഭ്യാസം മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചത്. പിന്നീട് അവർ സ്വന്തമായ നിലയിലാണ് പഠനം ആരംഭിച്ചത്. അങ്ങനെ ഇരിക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനുമായ കോഴിപ്പുറത്ത് മാധവമേനോയുമായി അവരുടെ വിവാഹം കഴിയുകയുണ്ടായി. അതിനെ തുടർന്നാണ് അവർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നത്. അപ്പൊ ദേശീയ പ്രസ്ഥാനത്തേക്ക് അവർ കടക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വിവാഹശേഷം അവർ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനുമായ അവരുടെ കെ മാധവൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവുമൊത്താണ് പൊതു രംഗത്ത് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നത്. അപ്പൊ അതിനുശേഷമാണ് അവർ ദേശീയ പ്രസ്ഥാനത്തിൽ കടന്നത്. അപ്പൊ 1932 മുതലാണ് അവരുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ദേശീയ പ്രസ്ഥാനത്തിൽ അവർ എത്രത്തോളം പങ്ക് വഹിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നത് 1932 മലബാറിൽ സിവിൽ നിയമനങ്ങളുടെ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് അവിടെ വനിതാ നേതാവായിട്ട് നേതൃത്വം കൊടുത്തത്, സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ കുട്ടിമാളു അമ്മ ആണെന്ന് ഓർത്തു വെക്കാം. 1932 രാജ്യത്ത് സിവിൽ നിയമനങ്ങളുടെ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് മലബാറിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത വനിതാ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് കുട്ടിമാളു അമ്മയാണെന്ന് ഓർത്തു വെക്കുക. AV കുട്ടിമാളു അമ്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. AV കുട്ടിമാളു അമ്മ. എന്താണ് AV കുട്ടിമാളു അമ്മ? അപ്പൊ AV കുട്ടിമാളു അമ്മ ജനിച്ചത് പാലക്കാടാണ്. 1905 ഏപ്രിൽ 23 അവരുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് പറയുന്നത് 1932 മലബാറിൽ സിവിൽ നിയമന പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് അവിടെ വനിതകളുടെ നേതാവായിട്ട് ആരാണ് മുന്നിട്ടിറങ്ങിയത്? AV കുട്ടിമാളു അമ്മയാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അവിടെ 56 ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചതെന്നും കൂടെ ഓർത്തു വെക്കുക. അതിനുശേഷം മലബാറിൽ ഇതിനൊക്കെ നേതൃത്വം വഹിച്ചത് അവിടെ മലബാറിലാണ് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ മലബാറില് തല്ലുകൊള്ളാൻ തയ്യാറുള്ള തടവറകൾ എന്താ പേടിക്കാത്ത വനിതകളെ കണ്ടെത്തി ദേശീയ പ്രസ്ഥാനത്തിൽ ഭാഗമാക്കുന്നതിൽ കുട്ടിമാളു അമ്മ പ്രധാന പങ്ക് വഹിച്ചു. അപ്പം മലബാറിലെ വനിതകൾക്ക് ധൈര്യം കൊടുക്കാൻ അല്ലെങ്കിൽ ധൈര്യം കൊടുത്ത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുന്നതിൽ വലിയൊരു പങ്ക് ആര് തന്നെ വഹിച്ചു? AV കുട്ടിമാളു അമ്മ എന്ന നേതാവ് വഹിച്ചു എന്ന് മനസ്സിലാക്കാം. വിദേശ വസ്ത്ര ബഹിഷ്കരണം, കള്ളുഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം തുടങ്ങിയവയിൽ മാധവനോടൊപ്പം തന്നെ സജീവമായി അവർ പങ്കെടുത്തു. അവരുടെ ഭർത്താവായ മാധവനോടൊപ്പം തന്നെ ഈ പറയുന്ന വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം, അതുപോലെ തന്നെ കള്ളുഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തോടൊപ്പം ഇവരും പങ്കെടുത്തു അല്ലെങ്കിൽ നേതൃത്വം വഹിച്ചു എന്ന് മനസ്സിലാക്കാം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ കുട്ടിമാളു അമ്മ അംഗമാവുകയാണ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ ആരംഗമായി? കുട്ടിമാളു അമ്മ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ പ്രവർത്തന സംഘത്തില് അംഗമായി തീർന്നു. പ്രവർത്തക സമിതിയിൽ കുട്ടിമാളു അമ്മ അംഗമായി തീർന്നു. ഇനി അതുപോലെ തന്നെ അവർ കോഴിക്കോട് മഹിളാ സംഘത്തിന്റെ നേതൃനിരയിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. ഈ 1937 കോൺഗ്രസ് സ്ഥാനാർത്ഥി മദ്രാസ് നിയമസഭയിലേക്ക് മത്സരിച്ചു ജയിച്ചു. അപ്പൊ അവർ INCയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം 1937 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മദ്രാസ് നിയമസഭയിൽ അവര് മത്സരിച്ചു, അത് വിജയിക്കുകയും ചെയ്തു.
ഇനി 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം തിരഞ്ഞെടുക്കത്തിൽ പ്രധാനിയായിരുന്നു. വ്യക്തി സത്യാഗ്രഹികളായിട്ട് ഗാന്ധിജി കുറെ പേരെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനിയായിരുന്നു ആര്? അതിലൊരു വ്യക്തിയായിരുന്നു AV കുട്ടിമാടു എന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷേപത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് 2 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇനി അതുപോലെ തന്നെ 1946 മദ്രാസ് നിയമസഭയിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ഉണ്ടായി. അപ്പൊ INC അവർ പ്രവർത്തക അംഗമായിരുന്നു. അതിനുശേഷം അവരെന്തായി ചെയ്തത്? അവർ 1937 കോൺഗ്രസിന്റെ നേതൃത്വത്തില് എവിടെ മത്സരിച്ചു? മദ്രാസിലെ മദ്രാസിൽ നിയമസഭ അംഗമായി തീർന്നു. ഇനി അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരു പ്രമുഖ സ്ഥാനം ആർക്കും ഉണ്ടായിരുന്നു? AV കുട്ടിമാടു അമ്മയ്ക്കും കൂടെ ഉണ്ടായിരുന്നു, ഓർത്തു വെക്കാം. അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലേക്ക് അവർ പങ്കെടുത്തു. അതേ തുടർന്ന് അവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇനി മലബാറിൽ തടവറ കണ്ടാൽ പേടിക്കാത്ത വനിതകളെ കണ്ടെത്തി ദേശീയ പ്രസ്ഥാന ഭാഗമാക്കുന്നതിൽ പ്രധാന പങ്കുവച്ച ഏത് ദേശീയ പ്രസ്ഥാന അല്ലെങ്കിൽ ദേശീയ നവോത്ഥാനത്തിലെ നായികയാണെന്ന് ചോദിച്ചാൽ AV കുട്ടിമാടു അമ്മ എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ കുട്ടിമാടു അമ്മ മാതൃഭൂമിയുടെ ഡയറക്ടറായി പിന്നീട് പ്രവർത്തിച്ചു. മാതൃഭൂമിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. ആരാണ്? AV കുട്ടിമാടു അമ്മ മാതൃഭൂമിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. മാതൃഭൂമിയുടെ ഡയറക്ടർ പ്രവർത്തിച്ചത് AV കുട്ടിമാടു അമ്മ പിന്നീട് മാതൃഭൂമി ഡയറക്ടർ പ്രവർത്തിച്ചു. പിന്നെ അതുപോലെ തന്നെ അവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചു കാലം പിന്മാറുകയുണ്ടായി. പിന്നെ അവരൊരു അനാഥ മന്ദിരത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് കുറച്ചു കാലം അതിൽ സജീവമായിട്ട് അവര് സേവനം അനുഷ്ഠിച്ചു. അതേ തുടർന്ന് ബാലമന്ദിരം, കുഷ്ഠരോഗ ബാധിതരുടെ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു AV കുട്ടിമാടു അമ്മ. അതിനുശേഷം 1985 ഏപ്രിൽ 14 അവർ അന്തരിക്കുന്നത്. 1985 ഏപ്രിൽ 14 അവർ അന്തരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറിയതിനു ശേഷം അവരെന്ത് ചെയ്തു? അനാഥ മന്ദിരത്തിന്റെ അവര് നേതൃത്വം വഹിച്ചു, അല്ലെ? അനാഥ മന്ദിരത്തിലെ അധ്യക്ഷ പദവി സ്ഥാനം വഹിച്ചു. അതുപോലെ തന്നെ ബാലമന്ദിരം, അതുപോലെ തന്നെ ഈ കുഷ്ഠരോഗികളുടെ പുനരധിവാസം എന്നീ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ട് നിന്നൊരു വ്യക്തിത്വമായിരുന്നു AV കുട്ടിമാടു അമ്മ. അതുപോലെ 1985 ഏപ്രിൽ 14 വരെ അന്തരിക്കുകയാണ് ഉണ്ടായത്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിന്റെ നവോത്ഥാനത്തിലെ നായികമായിട്ട് പ്രധാനിയായ ആളാണ് AV കുട്ടിമാടു അമ്മ. അവർ ജനിച്ചത് 1905 ഏപ്രിൽ 23 എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് ജനിച്ചത്. ഇനി അവരുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ എന്താണ്? അവർക്ക് വലിയ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. അവർ പിന്നീട് സ്വയം പഠനത്തിലൂടെയാണ് ഈ നിലയിലെത്തിയത്. പിന്നെ അവർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടക്കുന്നത് വിവാഹത്തിന് ശേഷമാണ്. അപ്പൊ അതിനുശേഷം 1932 മലബാറിൽ സ്ത്രീ നിയമന പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് അവിടെ അതിന് നേതൃത്വം കൊടുത്ത വനിത ആരാണെന്ന് വെച്ചാൽ വനിത AV കുട്ടിമാടു അമ്മയാണ്. അതിനെ തുടർന്ന് അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവരുടെ കുഞ്ഞുമായിട്ട് 56 ദിവസം പ്രായമുള്ള കുഞ്ഞുമായിട്ടാണ് അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിട്ട് വന്നത്. ഇനി അവർ INCയുടെ പ്രവർത്തക അംഗമായിട്ട് അവിടെ പ്രവർത്തിച്ചു. അതിനെ തുടർന്ന് അവർ പിന്നെ എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് 1937 മദ്രാസ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ അതിനുശേഷം അവര് 1940 ഗാന്ധി വ്യക്തി സത്യാഗ്രഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ അവരും അതിലൊരാളായിരുന്നു. AV കുട്ടിമാടു അമ്മയും ഗാന്ധി വ്യക്തി സത്യാഗ്രഹ കൂട്ടത്തിൽ പെടുത്തിയിരുന്നു. അതിനുശേഷം അവര് മാതൃഭൂമിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. പിന്നീട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഈ അഗതി മന്ദിരത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചു. അതിനുശേഷം ബാലമന്ദിരം, അതുപോലെ തന്നെ കുഷ്ഠരോഗികളുടെ പുനരധിവാസം എന്നീ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് പങ്കെടുത്തു. 1985 ഏപ്രിൽ 14 അവർ അന്തരിക്കുകയും ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് AV കുട്ടിമാടു അമ്മ എന്ന് പറയുന്ന നവോത്ഥാന നായികയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് നമുക്ക് മറ്റൊരു നവോത്ഥാന നായികയെ മനസ്സിലാക്കാം. അടുത്ത നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു പേരാണ് ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദാക്ഷായണി വേലായുധന്റെ പേര് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന 3 മലയാളികൾ ഒരു വ്യക്തിത്വമാണ് ആര്? ദാക്ഷായണി വേലായുധൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്. ദാക്ഷായണി വേലായുധൻ ജനിച്ചത് എവിടെയാണ്? കൊച്ചിയിലെ ദ്വീപുകളൊന്നായ മുളവൻകോടിൽ പുലിയ കുടുംബത്തിലാണ് അവരുടെ ജനനം. 1912 ജൂലൈ 12 ദാക്ഷായണി വേലായുധൻ ജനിക്കുന്നത്. 1912 ജൂലൈ 12 ദാക്ഷായണി വേലായുധൻ ജനിക്കുന്നത്. 1912 ജൂലൈ 12 ദാക്ഷായണി വേലായുധൻ ജനിക്കുന്നത്. എവിടെയാണ് അവരുടെ ജനനം? കൊച്ചിയിലെ ദ്വീപുകളിലൊന്നായ മുളവൻകോടാണ് അവരുടെ ജനനം. മുളവൻകോട്, കൊച്ചിയിലെ ദ്വീപുകളിലൊന്നായ മുളവൻകാട്, കൊച്ചിയിലെ ദ്വീപുകളൊന്നായ മുളവൻകാടില് ഒരു
എന്താണ് പുലയ കുടുംബത്തിലാണ് അവരുടെ ജനനം എന്ന് മനസ്സിലാക്കുക. 1912 ജൂലൈ 12 അവർ ജനിക്കുന്നത്. കൊച്ചിയിലെ ദ്വീപുകളൊന്നായ മുളവൻകോട് പുലയ കുടുംബത്തിലെ അംഗമായിട്ടാണ് അവർ ജനിച്ചത്. ഇനി 1945 അവരെ കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അപ്പൊ അവര് പ്രത്യേകത എന്താണ്? അവര് മനസ്സിലാക്കേണ്ടത് അവരൊരു അധ്യാപികയായിട്ടാണ് അവരുടെ സേവനം ആരംഭിച്ചത്. അതുപോലെ തന്നെ അവർ 1941 പിന്നോക്ക സമുദായ നേതാവ് കൂടിയായ ആർ വേലായുധനെ വിവാഹം ചെയ്തു. അതിനെ തുടർന്ന് അവര് അവരുടെ രാഷ്ട്രത്തിലേക്ക് കടക്കുകയുണ്ടായി. 1945 കൊച്ചിയിലെ നിയമസഭാംഗമായി അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1945 കൊച്ചിയിലെ നിയമസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ദളിത് വനിതാ നിയമസഭാ അംഗമായി ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? ദാക്ഷായണി വേലായുധൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കൊച്ചിയിലെ നിയമസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് 1945 അതുപോലെ കേരളത്തിലെ ആദ്യ ദളിത് വനിതാ നിയമസഭാ അംഗം ആരാണെന്ന് ചോദിച്ചാലും അത് ദാക്ഷായണി വേലായുധനാണെന്ന് ഓർത്തുവെക്കുക. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് 1946 കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റിലും അംഗമാവുകയുണ്ടായി. അപ്പൊ അവർ 1946 കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലും അതുപോലെ ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റിലും അംഗമായി സേവനം അനുഷ്ഠിച്ചു. അതുപോലെ തന്നെ പട്ടികജാതിയിൽപ്പെട്ട ഏക വനിതാ ഭരണഘടനാ നിർമ്മാണ സഭാംഗം കൂടിയായിരുന്നു. പട്ടികജാതിയിൽപ്പെട്ട ഏക വനിതാ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം കൂടിയായിരുന്നു അവർ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സംഘത്തിലെ ഏക വനിതാ അംഗമാണ്. എങ്ങനെയുള്ളതാണ്? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഏക വനിതാ നിയമസഭ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഏക വനിതാ നിയമസഭ അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക വനിതാ അംഗമായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ കൂടെ ഓർത്തുവെക്കുക. അപ്പൊ ദാക്ഷായണി വേലായുധന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന്, 1945 കൊച്ചി നിയമസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ദളിത് വനിതാ നിയമസഭ അംഗമായി. അതുപോലെ തന്നെ 1946 കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലും അതുപോലെ ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റിലും അംഗമായി തീരുകയുണ്ടായി. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഏക വനിതാ ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിരുന്നു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ അംഗത്തിലെ വനിതകളിൽ ഒരാളായിരുന്നു. അതിൽ തന്നെ പട്ടികജാതിയിൽപ്പെട്ട ഏക വനിത ആരാണെന്ന് വെച്ചാൽ ദാക്ഷായണി വേലായുധൻ ഓർത്തുവയ്ക്കുക. ഇനി അതുപോലെ തന്നെ ദളിത് വനിതകളുടെ ക്ഷേമത്തിനായിട്ട് 1947 ദാക്ഷായണി ഡൽഹിയിൽ മഹിളാ ജാഗൃതി പരിഷത്ത് രൂപീകരിച്ചു. മഹിളാ ജാഗൃതി പരിഷത്ത് എന്ന് പറയുന്നത് ഡൽഹിയിൽ രൂപീകരിച്ചതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ദളിത് യുവതികളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ ദളിത് യുവതികളുടെ ക്ഷേമത്തിനായിട്ടാണ്. ദളിത് വനിതകളുടെ ക്ഷേമത്തിനായിട്ട് 1947 മഹിളാ ജാഗൃതി പരിഷത്ത് ഡൽഹിയിൽ രൂപീകരിക്കുന്നത്. 1978 ജൂലൈ 20 അവർ അന്തരിക്കുകയാണ് ഉണ്ടായത്. 1978 അവർ അന്തരിക്കുന്നു. അപ്പൊ 1977 മഹിള അല്ലെങ്കിൽ ദളിത് വനിതകളുടെ ഉന്നമനത്തിനായിട്ട് മഹിളാ ജാഗൃതി പരിഷത്ത് ഡൽഹിയിൽ ആരംഭിക്കുന്നത്. അതുപോലെ 1978 ജൂലൈ 28 അവർ അന്തരിച്ചതും അന്നാണ്. 1978 ജൂലൈ 20 അവർ അന്തരിച്ചതും കൂടെ ഓർത്തുവയ്ക്കും. അപ്പൊ പ്രധാനമായിട്ട് ദാക്ഷായണി വേലായുധനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എവിടെയാണ് ജനിച്ചത്, എന്നാണ് ജനിച്ചത്? 1912 ജൂലൈ 12 കൊച്ചിയിലാണ്. കൊച്ചിയിലെ ദ്വീപുകളിൽ ഒന്നായ മുളവൻകോടില് ഒരു പുലയ കുടുംബത്തിലായിരുന്നു ജനനം. ഇനി അവരുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ മനസ്സിലാക്കിയത് അവരുടെ ജീവിതം ആരംഭിച്ചത് ഒരു അധ്യാപികയായിട്ടാണ്. 1941 പിന്നോക്ക സമുദായ നേതാവായ ആർ വേലായുധനെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം 1945 കൊച്ചി നിയമസഭ അംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇനി കേരളത്തിലെ ആദ്യ ദളിത് വനിതാ നിയമസഭ അംഗം ആരാണെന്ന് ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനാണ്. വനിതാ നിയമസഭ അംഗമല്ല, കേരളത്തിലെ ആദ്യ ദളിത് വനിതാ നിയമസഭ അംഗമാണ്. ഇനി 1946 കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാകുകയുണ്ടായി. അതുപോലെ ഇന്ത്യയുടെ താൽക്കാലിക പാർലമെന്റിലും അംഗമായി. ഇനി അവര് 1977 അതിനു മുമ്പ് 1970 ഇന്ത്യയില് നമ്മൾ നേരത്തെ പറഞ്ഞു പാർലമെന്റിലെ അംഗമാകുന്ന എങ്ങനെയാണ് ദളിത് വനിതാ അംഗം അല്ലെ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയില് നമ്മൾ പറഞ്ഞു കോൺഗ്രസ് പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കോൺഗ്രസ് പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ സഭയിൽ അംഗമാകുന്നു. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാകുന്ന
എന്താണ് ദളിത് വനിത ആരാണ്? ആ ദളിത് വനിത ആരാണെന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധൻ കൂടെ ഓർത്തുവെക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമാകുന്ന പട്ടികജാതിയിൽപ്പെട്ട ഏക വനിത ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ്? ദാക്ഷായണി വേലായുധൻ ഓർത്തുവെക്കാം. ഇനി 1977 അത് അവർ എന്താണ് ദളിത് വനിതകളുടെ ഉന്നമനത്തിനായിട്ട് മഹിളാ ജാഗൃതി പരിഷത്ത് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചു, ഡൽഹിയിൽ ആരംഭിക്കുകയുണ്ടായി. ഇനി 1978 ജൂലൈ 20 അവർ അന്തരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ ദാക്ഷായണി വേലായുധനെ കുറിച്ച് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 നവോത്ഥാന നായികമാരെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്തതാണ്. ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ മാക്സിമം തരാൻ ശ്രമിക്കുന്നതാണ്. ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അതനുസരിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ക്ലാസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം. Let's bye from me. Thank you.